ഹായ് ഫ്രണ്ട്സ്, ഒരു ബുദ്ധ ഹെഡ് പ്ലാന്റ് പോട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ ഒഴിവാക്കിയിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്യാനായിട്ട് ഞാൻ വാൾപുട്ടിയാണ് യൂസ് ചെയ്യുന്നത്, ബിർള വൈറ്റിൻ്റെ വാൾപുട്ടി. അപ്പോൾ ഇത് പൗഡർ എടുത്തിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലേയുടെ രൂപത്തിൽ കിട്ടും. അതിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോട്ടിലിനെ ഫുള്ളായിട്ട് കവർ ചെയ്യണം. ബോട്ടിലിൻ്റെ ചുറ്റുഭാഗം നമ്മൾ വാൾപുട്ടി വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബുദ്ധയുടെ ഹെഡിൻ്റെ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ നമ്മളിത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. ഈ വാൾപുട്ടിയിൽ നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് തിക്കായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലേ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കവർ ചെയ്ത് ഒരു 5-6 മണിക്കൂർ എടുത്തു എനിക്കിത് ഡ്രൈ ആവാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഫേസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ താടിയുടെ ഭാഗം പിന്നെ കവിളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് വരുന്ന പാർട്ടെല്ലാം നമ്മൾ ഫസ്റ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ മൂക്ക് കണ്ണ് എല്ലാം നമുക്ക് പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫേസിൻ്റെ ഏതാനും ഹൈറ്റുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂക്ക്, ലിപ്സ്, കണ്ണെല്ലാം വയ്ക്കാനുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരല്പം വെള്ളം കയ്യിലാക്കിയിട്ട് ആ ക്ലേൻ്റെ ഭാഗമെല്ലാം ഒന്ന് തടവി കൊടുത്താൽ നല്ല ഷൈനിങ് ആയിട്ട് സ്മൂത്തായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് മൂക്കും കണ്ണും എല്ലാം വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ വാൾപുട്ടീൻ്റെ ക്ലേ വെച്ചിട്ട് ഞാൻ ഒരു എലിഫൻറ്റ് വാട്ടർ ഫൗണ്ടൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ബുദ്ധ ഫേസ് വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 വീഡിയോൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇപ്പം ഞാൻ ലിപ്സും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയർ വെച്ച് കൊടുക്കണം. ബുദ്ധ ഹെയർ ഒരു സ്പെഷ്യലാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഡിസൈനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു പേനയുടെ മൂടിയാണ് കേട്ടോ, അത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ബുദ്ധയുടെ ചെവിയും കൂടി വെച്ച് കൊടുക്കണം. നല്ല നീളത്തിലുള്ളൊരു ചെവിയാണ്. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ബാക്ക് ഭാഗത്തുള്ള ഹെയറും കൂടി നമുക്ക് ചെയ്യാം. അങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ ഉണങ്ങണം. ഫുള്ളായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. കാണാൻ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ബുദ്ധയുടെ ഒരു ഹെഡ് പോലെ തന്നെ തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ ഇനി ചെയ്യാനുള്ള ഈ ഫേസ് എല്ലാം നല്ല സ്മൂത്താക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നൈസായിട്ടുള്ള സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരേപോലെ വരും. ഇത് നമ്മൾ കൈ കൊണ്ട് വെച്ച് ചെയ്ത കാരണം എല്ലാ ഭാഗത്തും ഒരേപോലെ വന്നിട്ടുണ്ടാവില്ല. ആ ഒരു കുറവ് നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉരയ്ക്കുന്നത്. പിന്നെ ബുദ്ധിക്കൊരു പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ചെയ്യാനായിട്ടുള്ളത് പെയിൻറ്റിംഗ് ആണ്. ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കോപ്പർ കളർ പെയിൻറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ട് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും ബ്ലാക്ക് എത്തുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്യണം. ബ്ലാക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബ്ലാക്ക് അടിച്ച് നല്ല ഡ്രൈ ആയതാണ്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ കോപ്പർ കളർ വെച്ചിട്ട് ഫുള്ളായിട്ട് സ്പോഞ്ചിൽ വെച്ചിട്ടാണ് നമ്മൾ തൊട്ട് കൊടുക്കുന്നത്. ബ്രഷല്ല, സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡ് അടിക്കുകയും ചെയ്യും, എന്നാൽ കോപ്പറിൻ്റെ ഒരു ഷൈനിങ്ങും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പോഞ്ച് വെച്ച് ചെയ്യുന്നത്.